നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ നന്മരാജാവ്. നന്മരാജാവിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. ബനാറസിലെ രാജകൊട്ടാരത്തിൽ ബോധിസത്വൻ രാജകുമാരനായി ജനിച്ചു. എല്ലാ നന്മകളുടെയും വിളനിലമായ നന്മരാജകുമാരൻ പിതാവിൻ്റെ കാലശേഷം അവിടുത്തെ നന്മരാജാവായി. അടുത്ത രാജ്യമായ കോസലം, അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരിൽ ഒരു അസൂയക്കാരനുണ്ടായിരുന്നു നന്മരാജാവിൻ്റെ. ആ അസൂയക്കാരനായ മന്ത്രിയുടെ ഒത്താശയോടുകൂടി അടുത്ത രാജ്യമായ കോസല രാജ്യത്തിലെ സൈന്യം 2 പ്രാവശ്യം ബനാറസിനെ ആക്രമിച്ചെങ്കിലും ആ സൈനികരെ എല്ലാം വിളിച്ച് അവർക്ക് പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചയക്കുകയാണ് ബനാറസിലെ നന്മരാജാവ് ചെയ്തത്. അതിനുശേഷം പിന്നീട് മൂന്നാമതും കോസല രാജ്യത്തേക്ക് മൂന്നാമത് കഥ തുടരുകയാണ്. മൂന്നാമത് കോസല രാജ്യത്ത് നിന്ന് ബനാറസ് ആക്രമിക്കാൻ പോയതേ സൈന്യമല്ല പോയത്, പിന്നെ കള്ളന്മാരും കൊള്ളക്കാരുമൊക്കെ. അവരവിടെ ചെന്ന് നഗരത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചു. പ്രഭു മന്ദിരങ്ങളിലൊക്കെ കയറി ഇറങ്ങി കൊള്ള ചെയ്യാവുന്നതൊക്കെ കൊള്ള ചെയ്തു. എടുക്കാവുന്ന സമ്പത്തൊക്കെ എടുത്തിട്ട് വേഗം കോസലത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു. സുഖമായി, നല്ല കാര്യം. രാജാവ് അറിഞ്ഞപ്പോൾ കുറെ കൂടുതൽ കൊടുത്തയക്കുകയും ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് രക്ഷയില്ല, ബനാറസ് കീഴടക്കണം. ഇത്രമാത്രം സമ്പത്തുള്ള ഈ ചെറിയ രാജ്യമാണെങ്കിലും ആ രാജ്യം എനിക്ക് കീഴടക്കണം എന്ന് കോസല രാജാവ് തീരുമാനിച്ചു. അങ്ങനെ സാമാന്യം ഭേദപ്പെട്ട ഒരു സൈന്യ പടനീക്കം നടത്തി ബനാറസിലേക്ക് കോസല രാജാവ്. ബനാറസ് ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ബനാറസിലെ സൈന്യാധിപന്മാർ നന്മരാജാവിനോട്, തിരുമനസേ, ഇതുവരെ വന്നിരുന്നത് പോലെയല്ല കേട്ടോ, ഇത്തവണ കൊള്ളയും കൊല്ലയൊന്നും അല്ല നടത്താൻ ഉദ്ദേശിക്കണേ. വളരെ വലിയൊരു സൈന്യം വന്നത് നമ്മളെ കീഴടക്കാൻ തന്നെയാണെന്നാണ് തോന്നണത്. അതുകൊണ്ട് അങ്ങ് ആജ്ഞ തരൂ, ഞങ്ങളവരോട് യുദ്ധം ചെയ്തവരെ ഓടിക്കാം എന്ന് പറഞ്ഞ് ആജ്ഞ തരും എന്ന് പറഞ്ഞു. അപ്പം നന്മരാജാവുണ്ടോ യുദ്ധം ചെയ്യാൻ കൂട്ടാക്കണം. നന്മരാജാവ് എന്നുകൊണ്ട് ഒന്നും വേണ്ട, സൈനികർക്ക് അവർക്ക് വാതിലൊക്കെ കൊട്ടാരത്തിൻ്റെ വാതിലുകളൊക്കെ അങ്ങോട്ട് തുറന്നിട്ട് കൊടുക്കും, അവരിങ്ങോട്ട് കയറി വന്നോട്ടെ, പിന്നത്തെ കാര്യം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അവരിങ്ങോട്ട് കയറി വന്നു. കോസല സൈന്യം രാജകൊട്ടാരം ആക്രമിച്ചു. ബനാറസ് രാജാവിനെയും മന്ത്രിമാരെയും ഒക്കെ പിടിച്ച് തടവിലാക്കി അവരെല്ലാവരെയും കൂടെ ഒന്നിച്ച് അടിച്ച് തെളിച്ച് വിവസ്ത്രരാക്കി. അതായത് വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞെടുത്തിട്ട് ഇവരെ അങ്ങോട്ട് തെളിച്ച് കൊണ്ടുപോയി ചുടലക്കാട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് എന്താ ഓരോ കുഴി കുഴിച്ചിട്ട് ഇവരെ ആ കുഴിയിൽ ഇറക്കി നിന്ന് മണ്ണിട്ട് പൊടി. അപ്പോൾ കയ്യും കാലും ഒക്കെ കുഴിക്കകത്ത്, കഴുത്തിന് മീതെ മാത്രമുണ്ട്. ചുടലക്കാട്ടിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ചുടലക്കാടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? മരണശേഷം ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്ന, അഗ്നിക്കിരയാക്കുന്ന പ്രത്യേക സ്ഥാനത്തിനാണ് പറയുന്നത് ചുടലക്കാട്. അവിടെ രാത്രികാലങ്ങളിലായിട്ടുണ്ടെങ്കിൽ ഈ വെന്ത മാംസം തിന്നുന്നതിന് ധാരാളം കുറുനരികൾ വരും. ആ ചുടലക്കാട്ടിലേക്ക് നേരെ ഇരുട്ടായി. ശവശരീരങ്ങളൊക്കെ അവിടെ ഇവിടെ കത്തണോണ്ട് കുറേ വെളിച്ചമൊക്കെ ഉണ്ട്. ഈ രാജാവിനെയും നന്മരാജാവിനെയും മന്ത്രിമാരെയും ഒക്കെ കഴുത്തറ്റം വരെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അവരുടെ തല മാത്രമേ മേപ്പെട്ട് കാണുള്ളൂ. ഈ മനുഷ്യമാംസത്തിൻ്റെ പച്ച മാംസത്തിൻ്റെ സുഗന്ധം വന്നപ്പോൾ കുറുനരികളൊക്കെ കിട്ട ഭക്ഷണത്തോടുള്ള ആർത്തി മൂത്തോ എവിടുന്നത് ആ കുറുനരികളുടെ നേതാവ്, അതായത് കുറുക്കന്മാരുടെ നേതാവ് തന്നെ വന്ന് നന്മരാജാവിൻ്റെ മോഹമൊക്കെ അങ്ങോട്ട് മാറ്റി പറയാനായിട്ട് അവിടേക്ക് ചെന്ന് അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 2-3 പ്രാവശ്യം ഒച്ചയൊക്കെ എടുത്തു എല്ലാവരും. രാജാവ് ആദ്യം ഒച്ചെടുത്തു, പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കാൻ ഒച്ചെടുത്തു. അപ്പോൾ അത് കേട്ട് മന്ത്രിമാരും ഒക്കെ ഒച്ചെടുത്തപ്പോൾ ഈ കുറുനരികൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം കൂടിപ്പോയി. മൂന്നാമതായപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇതിപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒച്ചെടുക്കാൻ മാത്രമേ അറിയുള്ളൂ. അവരുടെ കഴുത്തിന് കീഴ്പ്പെട്ട് മുഴുവൻ മണ്ണിലല്ലേ നിൽക്കണേ. അതുകൊണ്ട് ഇവിടുന്ന് മേപ്പെട്ടുള്ള മുഖവും മറ്റു മാംസമൊക്കെ നമുക്ക് സുഖമായിട്ട് തിന്നാം, ഒരു ഉപദ്രവവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറുനരികളുടെ നേതാവ് തന്നെ നന്മരാജാവിൻ്റെ മുഖം കടിച്ച് മാന്തി പറിച്ച് തിന്നാനായിട്ട് അങ്ങോട്ട് അടുത്തേക്ക് ചെന്ന് മുഖം കൊണ്ട് തന്നെ രാജാവിൻ്റെ കവള അങ്ങോട്ട് പറിച്ചെടുക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടു ചെന്നോണ്ട് കൂടിയിട്ട് രാജാവ് എന്ത് ചെയ്തെന്ന് അറിയാമോ? രാജാവ് വാഴക്കട്ട തുറന്ന് കുറുനരിയുടെ കഴുത്തിൽ രാജാവിൻ്റെ വായി ഉറക്കെ അങ്ങോട്ട് കട്ടിച്ചൊറ്റ കടി അങ്ങോട്ട് കൊടുത്തു. കാട്ടിച്ചത് കഴുത്തിൽ ഉറക്കപ്പുറത്തല്ലേ രാജാവിൻ്റെ കയ്യിൽ നിന്ന് കടി കിട്ടിയത്. മനുഷ്യൻ്റെ കടിയല്ലേ. കുറുനരി ഞെട്ടിപ്പോയി വിറച്ചു. അതിനും മിണ്ടാന്നോർത്തില്ല, കഴുത്തില കടി വീണേക്കണേ. നല്ല കരിയായിപ്പോയില്ലേ. എന്നാലും അത് കിടന്ന് ഓടിയിട്ട് ഉറക്കനെ അങ്ങോട്ട് കരഞ്ഞു തുടങ്ങി. ഉറക്കമുള്ള കുറുനരിയുടെ ആ ഓളിയിടൽ കേട്ടപ്പോൾ, ഓളിയിടുക എന്നാണ് പറയുക, ഓരിയിടുക അങ്ങനെയാണ് പറയുക കുറുനരികളുടെ ഒച്ചയ്ക്ക്, ശബ്ദത്തിന്.
ഓരിയിടൽ കേട്ടപ്പോൾ മറ്റ് കുറുനരിമാരൊക്കെ ഒന്നും രണ്ടൊന്നല്ല 100-100 വന്നേക്കട ചടലപ്പറമ്പിലേക്ക്. എല്ലാ എണ്ണങ്ങളും പേടിച്ച് ഓരിയിട്ട് കൊണ്ട് ഓടിപ്പോയി. അപ്പം ഈ കുറുനരിയും രാജാവിൻ്റെ ശരീരം കഴുത്തിന് മേപ്പിട്ടുള്ള ഭാഗം കട്ടിച്ചിട്ട് കുറുനരിയും കെട്ടുപൊലിക്കും, രാജാവും ഇടാണ്ട് കെട്ടുപൊലിക്കും. അങ്ങനെ പിടിയും വലിയും ആയോടുകൂടി കുറേ ഭാഗത്ത് മണ്ണൊക്കെ അങ്ങോട്ട് ഇളകി കഴിഞ്ഞിട്ട് പിന്നെ വിടാണ്ട് കട്ടിച്ച് പിടിച്ച് ഒരു കൈ സ്വതന്ത്രനാക്കാൻ പറ്റി രാജാവിന്. ഉടനെ ആ കയ്യുമ്പോൾ കുറുക്കനെ അങ്ങോട്ട് പിടിച്ചു. അപ്പോഴേക്കും കുറുക്കൻ മറ്റേ കൈ കൊണ്ട് രാജാവിനെ മാന്താൻ തുടങ്ങി. അപ്പോൾ വേഗം ഒരു കണക്കിന് ഇളക്കി മറ്റേ കൈയും കിട്ടി. അങ്ങനെ കുറുക്കനെ തന്നെ, കുറുനരിയെ തന്നെ അങ്ങോട്ട് അമർത്തി പിടിച്ച് മണ്ണ് അങ്ങോട്ട് ഇളക്കി കുറച്ച് സ്വന്തമായി കഴിഞ്ഞപ്പോൾ കൈ രണ്ടും കുത്തി രാജാവ് അങ്ങോട്ട് രക്ഷപ്പെട്ടു. ഒറ്റ ചാട്ടം മണ്ണിലേക്ക് എത്തി. കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്ത് കടന്ന ഉടനെ വേഗം അവിടെ ഇവിടെയൊക്കെ കിടക്കണ ആയുധം എടുത്തിട്ട് മറ്റു മന്ത്രിമാരെ എല്ലാവരും സ്വതന്ത്രരാക്കി. എല്ലാവരെയും കൂടി സ്വതന്ത്രരാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതി. അങ്ങനെ ഇവർ എന്തു ചെയ്തു? ഈ ചുടലക്കാട്ടിൽ നിന്ന് രാജാവും കുഴികളിൽ ബന്ധിച്ചിട്ടിരുന്ന അവരൊക്കെ ഇതായിട്ട് സ്വതന്ത്രരായിട്ട് ആ ചുടലക്കാട്ടിൽ നിൽക്കുകയും ചെയ്തു. എന്തിനു പറയണു? കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അവരവിടെ നിന്നുകൊണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായി എപ്പോഴോ തമ്മിൽ എന്തോ ഒരു കശപിശ കൂടുണ്ടല്ലോ. അങ്ങനെ രാജാവും മന്ത്രിമാരും ചുടലപ്പറമ്പിൽ നിലത്ത് നിന്ന് എപ്പോഴത്തെ ഈ ശബ്ദം വരണേ എന്നിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് 2 ഭൂതങ്ങൾ അവിടെ ഒരു ശവശരീരത്തിന് വേണ്ടി പിടിയും വലിയും കൂടുക. എൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ 2 ആളൊക്കെ മുഴുവനും കിടന്നു. അതിനാരും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ല. ഉടൻ തന്നെ അതിലൊരു ഭൂതം പറയണേ, ദൈവം നിൽക്കണത് നമ്മുടെ ബനാറസിലെ നന്മ രാജാവല്ലേ, അദ്ദേഹത്തിന് നീതി ന്യായമൊക്കെ അറിയാം, അദ്ദേഹം നമുക്ക് ഈ ശവശരീരത്തെ കൃത്യമായി പങ്കുവച്ചിട്ട് നമുക്ക് അദ്ദേഹത്തോട് പറയാം എന്ന് പറഞ്ഞ് ഭൂതഗണങ്ങൾ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് നന്മ രാജാവാണല്ലോ, അങ്ങ് ഞങ്ങൾക്ക് ഈ ശവം വളരെ കൃത്യമായിട്ട് പങ്കുവച്ച് തരണം, ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള വകയാണ് ഇത്. ഈ കഥയുടെ ഇത്രയും ഭാഗം ഞാൻ ഇന്ന് പറയുന്നുള്ളൂ കേട്ടോ. 3-ാമത്തെ ഭാഗം ഞാൻ നാളെ പറയുന്നതായിരിക്കും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ധർമ്മബോധം ഉണ്ടാകണ കഥയാണത്. നന്ദി.